വെൽക്കം ബാക്ക് ടു AZB അക്കാഡമി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വേക്കൻസിയാണ് KSEB വർക്കർ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ KSEB വർക്കറിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ITA കഴിഞ്ഞിട്ടുള്ള ITA ഇലക്ട്രീഷ്യൻ, വയർമാൻ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാം വരുന്നത്. ഹയർ ക്വാളിഫിക്കേഷൻ നിലവിൽ ഇതുവരെയും അക്സെപ്റ്റഡ് ആയിട്ടില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഹയർ ക്വാളിഫിക്കേഷൻ പറ്റുന്നുണ്ടെന്ന്, പക്ഷേ ഇതുവരെയും അയക്കാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ITA-കാർക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് എങ്ങനെ നമുക്ക് അതൊന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷനിൽ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ PSCയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഡിസ്ട്രിക്റ്റ് വൈസ് ഉള്ള ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 21/2026 ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ജില്ലകളിലോ എല്ലാം തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളും ഒന്നും ഇതുവരെയും റിവീൽ ആയിട്ടില്ല. സാധാരണ ഒരു എക്സാം വന്ന് അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ ഫിക്സ് ആയി കൺഫർമേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒഫീഷ്യലി PSC അതിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും ഒഫീഷ്യലി നമ്മുടെ KSEB വർക്കറിൻ്റെ സിലബസ് ഔട്ട് ആയിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഒരു ITA ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ട് നമുക്ക്. കാരണം ITA ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ള ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവർസിയർ ആയിക്കോട്ടെ, അതിനൊക്കെ ബേസിക് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ആയിട്ടുള്ള കുറച്ച് സിലബസ് ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിനും ചോദിക്കാൻ സാധ്യത. കാരണം ഇതൊരു ITA ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. നമ്മളിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് ഇലക്ട്രിസിറ്റി. അപ്പം ഉടനെ ചാടിക്കയറിപ്പോയി ആരും DC മെഷീൻസ് അല്ലെങ്കിൽ AC മോട്ടോർ ഇതൊന്നും എടുക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളാണ്. അപ്പം അത് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു അടിത്തറ ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത പോർഷൻസിലേക്ക് കടക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാകത്തില്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അതിനോടൊപ്പം തന്നെ വരുന്ന ടോപ്പിക്സുകളാണ് ഓംസ് ലോ, മാഗ്നറ്റിസം. അത് ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തറ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഏത് ടോപ്പിക്സ് ക്ലിയർ ചെയ്യുക? ബേസിക് ഇലക്ട്രിസിറ്റി. നമ്മുടെ AZB അക്കാഡമിയിലെ ആപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ടോപ്പിക്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. എക്സാം ബേസ്ഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം മാഗ്നറ്റിസം ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, DC മെഷീൻ, AC മോട്ടോർ. അതിപ്പോൾ AC മോട്ടോർ തന്നെ സിംഗിൾ ഫേസിലും വരുന്നുണ്ട്, 3 ഫേസിലും വരുന്നുണ്ട്. പിന്നീട് പവർ ജനറേഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫോർമർ വരുന്നുണ്ട്, പിന്നെ ഇലുമിനേഷൻ, ബേസിക് ഇലക്ട്രോണിക്സ്, ട്രാൻസ്മിഷൻ. ഇത്രയും കാര്യങ്ങളിൽ ആണ് നമ്മുടെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ള ടോപ്പിക്സുകൾ. അപ്പോൾ ഈ ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ എല്ലാം അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിലവിലിപ്പം ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളത് ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. ആ ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ എത്രത്തോളം തറവാക്കുന്നു അത്രത്തോളം നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിട്ട് വരും. ഇനി
നിങ്ങൾ ഹൗ ടു മേക്ക് നോട്ട്സ്, എങ്ങനെയാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ആപ്പിൽ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കാണുക. അത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ തന്നെ ഫോളോ ചെയ്യണം നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ എത്ര സമയം കൊണ്ട്, ഇപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ടാവാം, പഠിക്കുന്നവരുണ്ടാവാം, അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരില്ലേ. അപ്പം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ചിലപ്പോൾ എല്ലാവർക്കും എന്താകണമെന്നില്ല, ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പം നിങ്ങളുടേതായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് സ്വയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാം. ഇനി അത് കൂടാതെ NCVT ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ. നിങ്ങൾ എന്തായാലും ITI കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവാം, NCVT ബുക്കുകൾ ഉണ്ടാവും. NCVT ടെക്സ്റ്റ് ബുക്കുകൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം അതിൽ നിന്നുള്ള ടോപ്പിക്സുകളാണ് ഒരു 90% നമ്മുടെ ഇതുപോലെയുള്ള എക്സാംസിന് ചോദിക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ പുസ്തകം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയോ അത് ഫോളോ ചെയ്യുകയോ ചെയ്യുക. അതിനകത്തുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം മസ്റ്റായിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി നിങ്ങൾ ഒരു ഏതെങ്കിലും പോർഷൻസ് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയഗ്രാംസുകളും പിന്നെ അത് ചാർട്ടാക്കിയൊക്കെ നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സർക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡയഗ്രാം എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണെങ്കിൽ ആ ഒരു ടോപ്പിക്സ്, ആ ഡയഗ്രാമും അല്ലെങ്കിൽ ചാർട്ടുകളും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ ഒരുപാട് വലിയ പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കത്തില്ല. പക്ഷെ ഓംസ് ലോ, ക്രിസ്റ്റോഫ് ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് മോക്ക് ടെസ്റ്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ആപ്പിലാണെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിച്ച് പിന്നെ നിങ്ങൾ അതൊരിക്കലും പിന്നീട് റിവൈസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു റിവിഷൻ ആയിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇനി ലാസ്റ്റ് വരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ്. അതായത് ഒരു 2-3 വർഷം മുമ്പുള്ള എക്സാംസിൻ്റെ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവർസിയർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ITI ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ആൻസറും കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ക്ലാസ്സുകൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു എഫേർട്ട് കൂടെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെയിനായിട്ട്. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുക. ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കുന്നതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പോർഷൻസും ഒരുവിധം കവർ ചെയ്തു, ഇനി ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പം മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി തന്നെ പോവുക. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിലുള്ളൊരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക, ഫണ്ടമെന്റൽസിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യത്തെ 3 ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തു കുറച്ച് പഠിക്കുക. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, വോൾട്ടേജ്, കറണ്ട് ആൻഡ് പവർ, ഓംസ് ലോ എല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ ഒരു റിവിഷനും പ്രാക്ടീസും നോക്കുക. പിന്നീട് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ റെസിസ്റ്റിവിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഒരു ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം എല്ലാ ദിവസത്തെ ആയിട്ടില്ല, വളരെ കുറച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇനിഷ്യലി ഫുൾഫിൽ ചെയ്ത് വെക്കുക. അപ്പം വളരെ ആക്റ്റീവായിട്ടും വളരെ താല്പര്യത്തോടെ നിങ്ങൾ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു 6 മാസം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്, 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഏറ്റവും അത്യാവശ്യം വേണ്ടത്
കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം, ഷോർട്ട് നോട്ട് തയ്യാറാക്കണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം, റിവിഷൻ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനെ ഒട്ടും തന്നെ ഭയം കൂടാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും ഞങ്ങൾ AZB അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.